പെപ്റ്റൈഡും സേഫ് അല്ല, സാംസും സേഫ് അല്ല, സ്റ്റിറോയിഡ്സും സേഫ് അല്ല, ഒന്നും സേഫ് അല്ല. എല്ലാത്തിനും അതിൻ്റെതായ രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ ഞാൻ മെഡിസിൻ എടുക്കുന്ന സമയത്ത് പോലും ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയും, പിള്ളേരൊക്കെ എന്തെങ്കിലും വീട്ടിൽ കിടന്ന് എന്തെങ്കിലും കൊനസ്റ്റ് പരിപാടി കാണിക്കുന്ന നേരത്ത് എൻ്റെ ടെമ്പർ തെറ്റുന്നുണ്ടോ, ഞാൻ എന്തെങ്കിലും അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടോ, കാരണം എനിക്കറിയില്ലല്ലോ. ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ കോച്ച് തന്നെ പലപ്പോഴും പറയാറുണ്ട്, പകുതി കൂടുതൽ കാര്യം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ജിമ്മിൽ ചെല്ലാൻ നേരത്തെ എൻ്റെ അടുത്ത് തോന്നിയ ദിവസം ഒന്നും പറയരുത്, ഞാൻ മെഡിസിനിലാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. സ്റ്റിറോയിഡ്സ് എടുത്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അത്രയും ഓവർ ഡോസ് ആയിട്ട് അത്രയും വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, മെൻ്റലി സിക്കായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ടെമ്പർ. ഇന്ത്യയിലെ തന്നെയുള്ള പേര് പറയുന്നില്ല, വലിയ വലിയ ബോഡി ബിൽഡേഴ്സ് നാഷണൽ ലെവലിൽ ചെയ്യുന്നവരൊക്കെ മെൻ്റലി അൺസ്റ്റേബിളാണ്. കോയമ്പത്തൂർ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ 10-20 മേളിൽ 20 നമ്പറിൽ കൂടുതൽ ബോഡി ബിൽഡർമാരുണ്ട്, പല ഇഷ്യൂസുമായിട്ടും വന്നേക്കുന്ന ആൾക്കാർ. അപ്പം മെൻ്റലി ഇത് അത്രത്തോളം ബാധിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ സൈഡ് എഫക്ട്സിനേക്കാൾ ഉപരി മെൻ്റലി ഇത് അത്രത്തോളം ബാധിക്കുന്നുണ്ട്.